അവനി ഇരിക്കെ. അയ്യോ വേണ്ട ചേച്ചി. ഞാൻ എനിക്കൊരു ചായ അവിടെ ഇട്ടു വെച്ചിട്ടുണ്ട്. അതവിടെ അടുക്കളയിൽ കാണും. നീ പോയി എടുത്തു കുടിക്കേ. ഇപ്പൊ എനിക്കൊന്നും വേണ്ട ചേച്ചി. എന്താ കാര്യം? നീ എന്താ ഡള്ളായിട്ടിരിക്കുന്നേ? നിഹാരിക നിന്നോട് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? ആസ്തിയൊക്കെ തട്ടിയെടുക്കാൻ വേണ്ടി അവളൊരു വലിയ നാടകം കളിച്ചു ചേച്ചി. ആണോ? ഇന്നലെ അവളുടെ അച്ഛനെയും അമ്മയും വീട്ടിലേക്ക് വരുത്തിച്ച് ആസ്തിയെക്കുറിച്ചൊക്കെ ചോദിപ്പിച്ചു. ഇന്ന് അവിടെയുള്ള എല്ലാവരെ കൊണ്ടും ഒപ്പിട്ട് വാങ്ങിക്കാനും അവൾ ശ്രമിച്ചു. നിഹാരികയുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ഒരു ഉറപ്പ് നൽകണം. നിങ്ങളുടെ ആസ്തി മുഴുവനും എന്റെ നിഹാരികയുടെ പേരിലേക്ക് എഴുതി വെക്കണം. നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യും. നിൽക്കേട്ടാ, നിങ്ങൾ ഒപ്പിട്ട് കൊടുക്കരുത്. ഞാൻ പറഞ്ഞത് കേൾക്കാതെ അതിൽ ഒപ്പിട്ട് കൊടുത്താ ഞാൻ കേസ് കൊടുക്കും. എനിക്കൊരു 10 ദിവസത്തെ സമയം തരണം. അമ്മയുടെ മകനുള്ളത് എവിടെയാണെന്ന് തെളിവുകളടക്കം ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിക്കോളാം. കൊണ്ടുവന്നില്ലെങ്കിൽ നിന്റെ ഭർത്താവിനെ വേണ്ടെന്ന് വെക്കോ? ചാലഞ്ചിന് ഞാൻ റെഡിയാണ്. നിനക്കെന്താ ഒട്ടും ബോധമില്ലേ? ശ്രീകർ അവിടെ ഇല്ലാത്ത ഓരോ നിമിഷവും നീ എത്ര ബുദ്ധിമുട്ട് സഹിച്ചിട്ടുണ്ടെന്ന് മറന്നുപോയോ നീ? എന്നിട്ടിപ്പോ അങ്ങനെ ഒരു ശബ്ദം എന്തിനാ ചെയ്തേ? നിനക്കെന്താ വെളിവില്ലേ? ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ നിഹാരിക്ക് ആ കുടുംബത്തെ മൊത്തമായിട്ട് തെരുവിലേക്ക് ഇറക്കി വിട്ടേനെ ചേച്ചി. പക്ഷെ 10 ദിവസത്തിനുള്ളില് 10-25 വർഷം മുമ്പ് നഷ്ടപ്പെട്ട ഒരു മകനെ നീ എങ്ങനെയാ കണ്ടെത്തുക? നീ എന്താടി വല്ല ഹനുമാനുമാണെന്ന് കരുതിയോ? ഒരു പർവ്വതത്തിന്റെ അത്രയും ഭാരം സ്വന്തം ചുമലിൽ ചുമക്കാനായിട്ട്? നിന്റെ ബുദ്ധിയിൽ ഒതുങ്ങാത്ത കാര്യങ്ങളും നിന്റെ ശക്തിക്ക് അപ്പുറമുള്ള ശബ്ദങ്ങളും ചെയ്തു കഴിഞ്ഞാ നീ നരകിക്കേണ്ടി വരും മോളെ. പോരാടിയല്ലേ ചേച്ചി ജയപരാജയങ്ങൾ അറിയാൻ പറ്റൂ. എപ്പോഴും ആ അമ്മ നിന്നെ സഹായിക്കുന്നുള്ള അമിത വിശ്വാസം ചിലപ്പോ നിനക്ക് ഉണ്ടാവുമായിരിക്കും. ചിലപ്പോ നല്ലവർക്ക് പോലും ദൈവം പരീക്ഷണങ്ങൾ കൊടുത്ത് നരകമായിരിക്കും കാണിച്ചു കൊടുക്കാൻ പോകുന്നത്. നീതിമാന്മാരായിട്ടുള്ള പല മനുഷ്യരും പലത് സഹിച്ചിട്ടുണ്ട്. ധർമ്മത്തിന്റെ കൂടെ നിന്ന പാണ്ഡവര് വരെ സഹിച്ചിട്ടുണ്ട്. പിന്നെയാണോ നീ വെറുതെ വട്ടു പറയാതിരിക്കെ? അവളെ വഴക്ക് പറയല്ലേ ചക്കരെ. ഞാൻ കേട്ടു, എല്ലാം ഞാൻ കേട്ടു. അവനി, നിന്റെ ചേച്ചി പറഞ്ഞതുപോലെ കാണാതെ പോയവനെ കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാ. അല്ല, ഇന്നത്തെ കാലത്ത് നഷ്ടപ്പെട്ടു പോയൊരു ഫോൺ കണ്ടുപിടിക്കാൻ വരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ളപ്പോ അവനെ എങ്ങനെ കണ്ടുപിടിക്കാനാ? അയാളെ കണ്ടുപിടിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാനിപ്പോ ഒരു പ്ലാൻ പറയാം, നീ അതുപോലെ ചെയ്യേ. എന്നെ മകനായിട്ട് അവിടെ പരിചയപ്പെടുത്ത്. 10 ദിവസം കൊണ്ട് കണ്ടുപിടിക്കാന്ന് പറഞ്ഞ് വാക്ക് കൊടുത്തത് എന്തായാലും നന്നായി. അവസാന നിമിഷത്തില് എന്തെങ്കിലും ഒരു തെളിവ് കാണിച്ച് വിശ്വസിപ്പിച്ചു എന്ന് വെച്ചോ, നിന്റെ ശ്രീകരനെ നിനക്ക് സ്വന്തമാക്കാം. അങ്ങനെ ഒരു ചതി കാണിക്കുന്നതിനേക്കാൾ ചാവുന്നതാ നല്ലത്. ശ്രമം നടത്തിയാൽ തീർച്ചയായിട്ടും ഫലവും ഉണ്ടാവും. പോയി വരാൻ ചേച്ചി. അല്ല, അവനി 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 നിങ്ങൾക്കെന്താ എന്റെ വിഷമം മനസ്സിലാവാത്തെ? ആ രഹസ്യപുത്രൻ ഇപ്പൊ രാജാവാണോ അതോ കള്ളനാണോ? ഞാൻ ഈ വീട്ടിലെ മരുമകളായിട്ട് വരുന്നത് തുടക്കം തൊട്ടേ ആവനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാ അവസാന നിമിഷത്തില് എന്റെ പേരിലേക്ക് നിങ്ങൾ ആസ്തി മാറ്റുന്ന ചടങ്ങ് അവള് അവസാനം മുടക്കിയത്. ശ്രീകരനെ മുന്നിൽ നിർത്തി അവള് കളിക്കുകയാണ്. അവനെങ്കിലും ഇത്തിരി ബോധം വേണ്ടേ? കുഞ്ഞളിയനത്ര മോശക്കാരനൊന്നുമല്ല. നമ്മുടെ മുമ്പിൽ നമുക്ക് ഫേവറായിട്ട് നാടകം കളിച്ചോണ്ടിരിക്കുക. ജനങ്ങൾ നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന് നിങ്ങൾ ആലോചിക്കുന്നോണ്ടാ അവരെ പുറത്താക്കിയിരുന്നെങ്കിൽ അത്രയും നന്നായിരുന്നു. ജനങ്ങള് നമ്മളെ കുറിച്ചൊന്നും പറയുന്നില്ലാന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവും. നമ്മുടെ മുമ്പിലൊന്നും പറഞ്ഞില്ലെങ്കിലും അവര് പുറത്ത് എന്തായാലും പറയുന്നുണ്ടാവും. അത് വാസ്തവം. എക്സ്ക്യൂസ് മീ, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരാൻ നേരത്തെ പെർമിഷൻ ചോദിക്കുമായിരുന്നല്ലോ. ഇപ്പോഴെന്താ ബോർഡറും കടന്ന് നേരിട്ട് കയറിങ്ങി വരുന്നത്? ഒന്നും പറയല്ലേ കാവ്യ, നമ്മുടെ പേരിൽ അവള് കേസ് കൊടുക്കും. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. എന്താണാവോ? ഇന്ന് തൊട്ട് ഞങ്ങളും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങളുടെ കൂടെ നടക്കും.
അയൽവക്കക്കാരായി നിൽക്കില്ല. കണ്ടില്ലേ എത്ര ധൈര്യത്തോടെ അവള് സംസാരിക്കുന്നെ. നീ ശ്രീകരനെ കൊണ്ട് ഒപ്പിടാൻ സമ്മതിച്ചില്ല എന്നതുകൊണ്ട് മാത്രം ഞങ്ങൾ നിന്റെ കൂടെ നിൽക്കുമെന്ന് കരുതിയേക്കരുത്. അനാവശ്യമായ ഹീറോയിസം കാണിക്കണ്ട. ആവനിക്ക് പറയാനുള്ള കാര്യം കൂടെ അച്ഛനൊന്ന് കേക്ക്. ഇങ്ങനെ ഒരുത്തെ അവനിക്ക് കോറസ് പാടാൻ വേണ്ടി നടക്കുക. ഏത് മരുന്ന് കൊടുത്ത് മയക്കിയതാണെങ്കിലും പൂർണ്ണമായിട്ട് അവളുടെ വലയിൽ വീണിട്ടുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. മര്യാദയ്ക്ക് പോവാൻ നോക്ക്. ഈ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ബാധ്യതയെ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. 10 ദിവസത്തിനുള്ളിൽ വേദവതിയമ്മയുടെ മകനെ കണ്ടെത്തി കൺമുന്നിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞതാ ഞാൻ. അപ്പൊ അതിനെക്കുറിച്ച് എനിക്ക് ഒരുപാട് തവണ നിങ്ങളോട് എല്ലാവരോടും സംസാരിക്കേണ്ടി വരും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വന്ന് അതേ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നോട്ടെ, അതേ അതെന്താ ഇതെന്താന്ന് ചോദിച്ച് ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാ പെർമിഷൻ ചോദിക്കുന്നത്. എന്റെ അപേക്ഷ എന്റെ ലാഭത്തിനു വേണ്ടിയല്ല, നിങ്ങളുടെ ലാഭത്തിനു വേണ്ടിയാ. ദയവ് ചെയ്ത് അവജ്ഞ വിചാരിക്കാതെ മനസ്സിലാക്കുന്നു പ്രതീക്ഷിക്കുന്നു. അമ്മേ, കാണാതെ പോയ അമ്മയുടെ മകനെ കുറിച്ച് പേപ്പറിൽ ഒരു പരസ്യം കൊടുത്താൽ മാത്രം പോരെ? ഈ അവനിയെ ആ ജോലി നമ്മളെ ഏൽപ്പിക്കുന്നത് എന്തിനാ? അതെ അമ്മേ, അവന് ഇത്രയ്ക്ക് ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മകനെ കണ്ടെത്തിയാൽ ഉടനെ പുതിയ ഡ്രാമയ്ക്ക് കഥ എഴുതാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പേപ്പർ ആഡാണ് ബെറ്റർ എന്നാ എന്റെ അഭിപ്രായം. കല്യാണക്കുറി കൊടുക്കുന്നത് പോലെ കാണാതെ പോയ മകന് വേണ്ടി ഘട്ടമിനി കുടുംബത്തെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു പരസ്യം കൊടുത്തെന്ന് വെച്ചോ, നിങ്ങളുടെ മകൻ പെട്ടെന്ന് വീട്ടിലെത്താൻ സാധ്യതയുണ്ട്. അവന്റെ രൂപം ഞങ്ങൾക്കറിയില്ല. അപ്പൊ ആ പരസ്യം ഒരു അവസരമായിട്ട് കണ്ട് ആര് വേണമെങ്കിലും വരാം. അത് വലിയ പ്രശ്നമാകും. പേപ്പറാട് കൊടുത്ത മാനം പോകുന്നില്ലാതെ ഒരു പ്രയോജനം ഉണ്ടാവില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനാ ഞാൻ നിങ്ങൾക്ക് വാക്ക് തന്നത്. അവസാനം എന്റെ ഭർത്താവിനെ വെച്ച് വരെ ഞാൻ ചാലഞ്ച് ചെയ്തു. ശരി, കാണാതെ പോയ എന്റെ ആ മകന് വേണ്ടി നീ ഇപ്പൊ പറഞ്ഞതിന് ഞാൻ ഏതായാലും സമ്മതിക്കുന്നു. താങ്ക്സ്. നിനക്കിനി ഞങ്ങളോടൊപ്പം കഴിയാമെന്ന് ഞാൻ പറഞ്ഞു എന്ന് കരുതി ഓവറാക്കാൻ നിൽക്കണ്ട. അല്ല, ശരിക്കും നീ എന്ത് ചെയ്യാനാ പോകുന്നത്? അത് ഞാൻ പറയുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളുടെ അടുത്തൊന്ന് കുറച്ച് വിവരങ്ങൾ കിട്ടണം. എന്താ വേണ്ടത്? ഏട്ടാ, പോയി പെന്നും പുസ്തകം എടുത്തിട്ട് വരുമോ? പോയിന്റ് നമ്പർ 1. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ മകൻ ശ്രീകരേട്ടനേക്കാൾ മുമ്പ് ജനിച്ചതുകൊണ്ട് അയാൾക്കിപ്പോ ഒരു 26 വയസ്സെങ്കിലും കാണും, അങ്ങനെയല്ലേ? അതെ. ഓക്കെ. പോയിന്റ് നമ്പർ 2. ആ മകന് നിങ്ങൾ ഏത് ഹോസ്പിറ്റലിൽ വെച്ച ജന്മം കൊടുത്തത്? എന്റെ 4 പ്രസവങ്ങളും ഞങ്ങളുടെ ഗ്രാമത്തിന് തൊട്ടടുത്തുള്ള രുദ്രവനം എന്ന ഗ്രാമത്തിലാണ് നടന്നത്. എന്ന് വെച്ചാ നമ്മുടെ ആ ഗ്രാമത്തിന്റെ അടുത്തായിട്ട്? അതെ. അന്ന് ഞങ്ങളുടെ ആ ഗ്രാമത്തില് ഹോസ്പിറ്റൽസ് ഇല്ലായിരുന്നു. ഓ. ചുറ്റുവട്ടത്തുള്ള ഗ്രാമവാസികളെല്ലാം രുദ്രവരത്തുള്ള ഹോസ്പിറ്റലിൽ പോയിട്ടായിരുന്നു ചികിത്സ തേടിയിരുന്നത്. അതിനുശേഷം ഞാനും എന്റെ ഭർത്താവും കുട്ടികളുടെ പഠനത്തിന് വേണ്ടി കൊച്ചിയിലേക്ക് മാറി. എന്റെ അമ്മോ, വലിയ എൻക്വയറി ഓഫീസറിനെ പോലെ ബിൽഡപ്പ് ഒക്കെ കൊടുക്കുന്നത്. എൻക്വയറി സമയത്ത് ഡിസ്റ്റർബ് ചെയ്യലേ പൃഥ്വിരാജേട്ടാ. അന്വേഷണം ഡൈവേർട്ട് ആവില്ലേ? പോയിന്റ് നമ്പർ 3. ഓക്കെ. പ്രൈമറി സ്റ്റേജില് എനിക്ക് ആവശ്യമുള്ള ഇൻഫോർമേഷൻസ് എല്ലാം നിങ്ങൾ തന്നു കഴിഞ്ഞു. ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് ഞാൻ പിന്നീട് ചോദിച്ചോളാം. ഇത്രയും നേരം ഞാൻ പ്രാഥമികമായി സ്വീകരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ
എനിക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലായി. അതെന്താ? നിങ്ങളന്ന് കുഞ്ഞ് മരണപ്പെട്ടു എന്ന് പറഞ്ഞു. സ്വാമിജി ആണെങ്കിൽ കുഞ്ഞ് ജീവനോടെയുണ്ട് എന്നും പറഞ്ഞു. സോ ഇതിന് രണ്ടിനും ഇടയില് ഒരു കാര്യം നടന്നിട്ടുണ്ട്. നിങ്ങളുടെ കുഞ്ഞ് മരണപ്പെട്ടു എന്ന് നിങ്ങളോട് അവര് കള്ളം പറഞ്ഞതാണ്. ഹോസ്പിറ്റൽ സ്റ്റാഫിന് അതിന്റെ ആവശ്യം എന്താ? സ്റ്റാഫ് തന്നെയായിരിക്കുമെന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞില്ല. വേറെ ആര് വേണമെങ്കിലും ആകാലോ. രാത്രി ഏതോ സിനിമ കണ്ട് നമ്മുടെ മുമ്പ് ബിൽഡപ്പ് ഇറക്കുന്നതാ. ദയവ് ചെയ്ത് ഇത്തരം കാര്യങ്ങളിൽ കോമഡി പറയരുത്. അങ്ങനെ കളവ് പറഞ്ഞവരാണെങ്കിലും കളവ് പറയിപ്പിച്ചവരാണെങ്കിലും ചിലപ്പോ നിങ്ങളുടെ ശത്രുക്കളായിരിക്കും, അല്ലെങ്കിൽ പണം ആഗ്രഹിച്ചിട്ടും ആയിരിക്കും. അല്ലെങ്കിൽ അവർക്കൊരു പക്ഷേ കുട്ടികളില്ലാത്തതുകൊണ്ടും ആയിരിക്കും. ഇത്രയും കാലമായിട്ടും നിങ്ങൾക്ക് ആരുടെ ഭാഗത്തു നിന്നും ഒരു ഡിമാൻഡ്സും ഉണ്ടായിട്ടില്ലാത്ത നിലയ്ക്ക് എന്തോ ഒരു രഹസ്യമുണ്ട്. അവനി പറഞ്ഞ കാര്യത്തില് നല്ലൊരു ലോജിക് ഉണ്ട്. ദയവേത് നിങ്ങൾ എല്ലാവരും ഇത് മനസ്സിലാക്ക്. സോ എന്റെ ഇൻവെസ്റ്റിഗേഷൻ രുദ്രഭരത്തിൽ നിന്നും ആരംഭിച്ചോളാം. രഹസ്യങ്ങളെല്ലാം പറ്റുന്നത്ര വേഗത്തിൽ ഞാൻ കണ്ടെത്തി തിരിച്ചു വരാം. അവന് വല്ലാതെ ഓവറാക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും നമ്മുടെ കുടുംബത്തിന്റെ ഭാഗമാവാനാ ഇങ്ങനെ നാടകം കളിക്കുന്നത്. കാണാം, ആ നാടകമൊക്കെ 10 ദിവസത്തിനുള്ളിൽ പുറത്തു വരുമല്ലോ. ആവനിയുടെ പ്രയത്നം എന്തൊക്കെ സംഭവിച്ചാലും സക്സസ് ആവാൻ പാടില്ല. അപ്പോഴേ ശ്രീകർ എന്റെ മാത്രം സ്വന്തമാവുള്ളൂ. അമ്മയുടെ മകനിപ്പോ എവിടെയെങ്കിലും നല്ലൊരിടത്ത് നല്ലതുപോലെ ജീവിക്കുന്നുണ്ടാവും. ആ വായോ വായോ വായോ. അവനെ കണ്ടെത്തിയാൽ മാത്രമേ ഞാൻ വിചാരിച്ചതുപോലെ ചാലഞ്ചിൽ ജയിക്കാൻ കഴിയൂ. എന്റെ ശ്രീകരേട്ടനെ നഷ്ടപ്പെടാതെ എനിക്ക് സംരക്ഷിച്ചു നിർത്താൻ കഴിയും. നീ എത്ര ദൂരം ഇങ്ങനെ ഓടും? എത്ര കാലം ഇങ്ങനെ ഒളിച്ചു നടക്കും? ഇപ്പൊ പിടിച്ചില്ലേടാ. സാർ, എന്നെ പിടിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല സാറേ. ഈ സിറ്റുവേഷനിൽ നിന്റെ കോൺഫിഡൻസ് കൊള്ളാലോടാ മോനെ. എന്താ കോൺഫിഡൻസ് അല്ലേ? ആരേലും അടുത്തേക്ക് വന്നു കഴിഞ്ഞാ ഇവളുടെ കഴുത്ത് കോഴിയുടെ കഴുത്ത് ഇറക്കുന്ന പോലെ അറക്കും ഞാൻ. എടാ, നീ വലിയ തെറ്റാ ചെയ്യുന്നത്. ഇനി നീ ജീവിതത്തിൽ ജയിലിൽ നിന്ന് പുറത്തു വരില്ല. നീ ഉറപ്പിച്ചു. പറ്റുമെങ്കിൽ തൊട്ടു നോക്ക് സാറേ, പിന്നെ ഇവള് ജീവനോടുണ്ടാവില്ല. ചേച്ചി, എനിക്ക് കുറച്ച് കുങ്കുമം തരാം. എന്തിനാ? താ ചേച്ചി, പറയാം.
എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ വിട്. പോലീസുകാർ എന്നെ വെറുതെ വിടുകയാണെങ്കിൽ ഞാൻ നിന്നെയും വെറുതെ വിടാം. മര്യാദയ്ക്ക് അവളെ വിടുന്നതാണ് നിനക്ക് നല്ലത്. മര്യാദയ്ക്ക് എന്റെ വഴി മുടക്കാതെ മാറി നിൽക്ക്. നടക്കില്ല. അയ്യോ, അതെങ്ങനെ ശരിയാവും സാറേ? ഞാൻ ഹെലികോപ്റ്റർ വല്ലതും ചോദിച്ചോ? പോകാനുള്ള സ്ഥലമല്ലേ. നീ രക്ഷപ്പെടില്ല. ആരാടാ അത്? ചേച്ചി, ഒന്നുമില്ല മോളെ, നീ പേടിക്കണ്ട. അന്ന് ആ വെള്ളിപ്പാത്രം എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി. ഇന്ന് പോലീസുകാർക്ക് എന്നെ പിടിച്ചു കൊടുത്തു. നിന്റെ ധൈര്യം ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു മോളെ. താങ്ക് യു. ഇവന്റെ കാര്യം ഇനി ഞങ്ങൾ നോക്കിക്കോളാം. ഡി കൊച്ചേ, ഇത്രയും കാലം പോലീസുകാർക്ക് എന്നെ തൊടാൻ പോലും കിട്ടിയിട്ടില്ല. ഫസ്റ്റ് ടൈം നീ കാരണം എന്നെ പിടിച്ചു. പോകെ പോകെ എപ്പോഴെങ്കിലും ഒരിക്കൽ നിന്നെ എന്റെ കയ്യിൽ കിട്ടും. അപ്പൊ കാണേണ്ട പോലെ ഞാൻ കണ്ടോളാം. നടക്കടാ. താങ്ക്സ് ചേച്ചി. നീ പേടിക്കാതെ വീട്ടിലേക്ക് പോ മോളെ. സരോജെ, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. ശരി ചേട്ടാ. ഹലോ. ഞാൻ രാമമൂർത്തിയാ. ആ മൂർത്തി, പറ. ഓട്ടം വല്ലതുണ്ടോ? ഓട്ടം പോവാനല്ല, നിന്റെ മകനെ കുറിച്ച് പറയാനാ വിളിച്ചത്. അവൻ വീണ്ടും എന്തെങ്കിലും പ്രശ്നം ഒപ്പിച്ചു വെച്ചോ മൂർത്തി? നിന്റെ മകനെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. പോലീസ് അറസ്റ്റ് ചെയ്തെന്നോ? എന്തു പറ്റി ചേട്ടാ? അവൻ എന്താ ചെയ്തത്? ഏതോ ഒരുത്തിയുടെ കഴുത്തിൽ കത്തി വെച്ചു. വേഗം പോയി ഇറക്കാൻ നോക്ക്. ആ ശരി. എന്താ പറ്റിയ ചേട്ടാ? മോനുണ്ടല്ലോ, ഏതോ ഒരു പെണ്ണിന്റെ കഴുത്തില് കത്തി വെച്ചെന്ന്. തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നവര് അവരവസാനം എന്താകൂന്നറിയാലോ. ആദ്യം അവനെ ഇറക്കാൻ നോക്കാൻ ചെല്ലു മോനെ. പോവാൻ ചേട്ടാ. ഞാൻ വരില്ല, നീയും പോവില്ല. അതെന്താ മോനെ? ഈ നാറിയുടെ അച്ഛൻ നിങ്ങളാണോന്ന് അവിടെയുള്ളവര് ചോദിക്കും. അത് വേണോ? നമുക്ക് നാട്ടിൽ എത്ര വിലയൊന്നും ഇല്ലെങ്കിലും അല്പം നാണവും മാനവും ഉള്ളവരാ. അതില്ലാതായി കിട്ടും. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ മോനെ? എന്നും എന്തേലും ഒപ്പിച്ചു വെച്ചോളും. പുറത്ത് നിൽക്കുന്നതിനേക്കാൾ അകത്ത് കിടക്കുന്നത് നല്ലത്. അവന്റെ സ്വഭാവം എന്താണേലും നമ്മുടെ മകനല്ലേ. നീ ഒരു അക്ഷരം മിണ്ടരുത്. നിങ്ങൾ വന്നില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോയി അവനെ ഇറക്കിക്കൊണ്ടുവരും. മകനോട് നിങ്ങൾക്ക് സ്നേഹമില്ലെങ്കിലും എന്റെ കൊച്ചുമോനോട് എനിക്ക് സ്നേഹമുണ്ട്. മാറ്. അച്ഛന്റെ അമ്മയുടെയും മകനെ അന്വേഷിക്കാൻ ഞാൻ ഈ വെല്ലുവിളി ഏറ്റെടുക്കാനുള്ള കാരണം കേവലം നിഹാരികയോടുള്ള വാശി മാത്രമല്ല. അദ്ദേഹത്തെ കണ്ടെത്തിയാൽ അച്ഛന്റെ അമ്മയുടെ മുഖത്തുള്ള ആ സന്തോഷം കാണാൻ വേണ്ടി കൂടിയാ. ഞാൻ പ്രതീക്ഷിക്കുന്നത് പോലെ നടക്കാൻ എന്നെ അനുഗ്രഹിക്കണം.